പുതുതലമുറയിലെ ആളുകളെ സംബന്ധിച്ച് ഈ അക്രമത്തിൻ്റെ ഭീകരത എത്രത്തോളം ആയിരുന്നു എന്ന് അറിയണമെന്നില്ല. 31 വർഷം മുന്നേ നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ അന്ന് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? മാഷക്ക് അന്നത്തെ ആ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പെരിഞ്ചേരി എന്നൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ ഡിഗ്രി ആദ്യ വർഷം ഒക്കെ ആകുന്ന സമയം വരെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു, SFIയുടെ ഭാഗമായിരുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം അച്ഛനും അതുപോലെ മൂത്ത സഹോദരനുമൊക്കെ ആ ഒരു ധാരയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ ഗ്രാമവും ആ തരത്തിൽ തന്നെ ഒരു പാർട്ടി ഗ്രാമം എന്ന വിശേഷണത്തിന് 100% ഇണങ്ങുന്നൊരു ഗ്രാമമാണ്. ചുറ്റിലും പാർട്ടി മുദ്രാവാക്യങ്ങൾ, പാർട്ടി കൊടികൾ, പാർട്ടി ആഫീസുകൾ, പാർട്ടി പ്രവർത്തകന്മാർ, ആ സംവിധാനത്തിൻ്റെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നീട് സംഘാദർശത്തിൽ ആകൃഷ്ടരായി കുറച്ച് പേര്, വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രം സംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. 1984 ഈ പ്രദേശത്ത് ആ നിലയ്ക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 84 ആരംഭിക്കുന്നു. സംഘത്തിൻ്റെ ശാഖ മെല്ലെ 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 കരുത്താർജിക്കുന്നു. ധാരാളം കുട്ടികൾ ശാഖയിൽ വരാൻ തുടങ്ങുന്നു. ആ ഇടയ്ക്ക് അധ്യാപകൻ എന്ന നിലയിൽ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ ഞാൻ അധ്യാപകനാകുന്നു. അപ്പോൾ അതിലൂടെ കുറേയധികം കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ആ ബന്ധമൊക്കെ സംഘടനയ്ക്ക് കരുത്തു പകരുന്നതാണോ എന്നൊരാശങ്ക ഈ പ്രദേശത്തെ CPM നേതൃത്വത്തിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ചില പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇവിടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പഴയ ഒരു സിമെൻറ്റ് തൂണൊക്കെ വെച്ച് ഇരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബന്ദ് ദിവസം CPIM ആഹ്വാനം ചെയ്തൊരു ബന്ദ് ദിവസം, അതായത് 94 സെപ്റ്റംബർ മാസമാണെന്ന് എൻ്റെ ഓർമ്മ, 93 സെപ്റ്റംബർ മാസത്തിൽ ആ ബന്ദ് ദിവസം ഈ ബസ് ഷെൽട്ടർ അവർ തകർക്കുകയാണ്. അപ്പം ബസ് ഷെൽട്ടർ തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപ്രവർത്തകന്മാർ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഏർപ്പെടും, അല്ലെങ്കിൽ അവരതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ എത്തുകയാണ്, ആ സംഭവ സ്ഥലത്തെത്തി. അപ്പോൾ എൻ്റെ നേരെ ഉണ്ടായ ആദ്യത്തെ ആക്രമണം അവിടെയാണ്. അവിടെ എത്തി ഈ കാര്യങ്ങൾ ഞാനത് പ്രവർത്തകരെയൊക്കെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു 10-100 പേര് ജാഥയായി വരുന്നു, ഒരു ആക്രമണം സംഘടിപ്പിക്കുന്നു. ഞങ്ങൾക്കൊക്കെ മർദ്ദനമേൽക്കുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ 2-3 ദിവസം 3-4 പ്രവർത്തകർ ആശുപത്രി കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു, CPMൻ്റെ മറ്റൊരു സംഘർഷം ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് 94 ജനുവരി മാസം 25-ാം തീയതി ഈ തരത്തിൽ ക്രൂരമായ ആക്രമണം നടക്കുന്നത്.